നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ദേശീയ ആരോഗ്യ മിഷന്റെ 1.80 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 95 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. കാർ വാടകയ്ക്കെടുത്ത് കാറിൽ നിന്ന് പോലീസ് MDMA പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ 50,000 രൂപ വേണമെന്നും പറഞ്ഞ് കാർ ഉടമയുടെ പക്കൽ നിന്നും പണം തട്ടിയ പ്രതികൾ അറസ്റ്റിൽ. നിലമ്പൂർ നഗരസഭയിലെ 26 ഡിവിഷൻ നെടുമുണ്ടക്കുന്ന് മിനർവ കോളേജിന് സമീപം 2 വർഷത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജനങ്ങൾ ദുരിതത്തിൽ. സമരത്തിനൊരുങ്ങി പ്രദേശവാസികൾ. ഭിന്നശേഷിക്കാരുടെ ഫണ്ട് പഞ്ചായത്ത് വകമാറ്റി ചെലവഴിച്ചെന്നും അർഹതപ്പെട്ടവർക്ക് കൊടുത്തില്ലെന്നും ആരോപിച്ച് വഴിക്കടവ് പരിവാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ കുറ്റവിചാരണ സമരം നടത്തി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ RSSന് പണയം വെച്ച പിണറായി വിജയന്റെ നെറികേടിനെതിരെ യൂത്ത് ലീഗും നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ ടൗണിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലാശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ദേശീയ ആരോഗ്യ മിഷന്റെ 1.80 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 95 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. നിർമ്മാണം തുടങ്ങി 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ദേശീയ ആരോഗ്യ മിഷന്റെ 1.80 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 95 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. നിർമ്മാണം തുടങ്ങി 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. നിലമ്പൂർ ആശുപത്രിയിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുവാൻ STP സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും. ആശുപത്രിയിൽ നിലവിലുള്ള 306 കിടക്കകളും ഭാവിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലുണ്ടാകാവുന്ന 100 കിടക്കകളും ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും 2000-ഓളം രോഗികൾ ദിവസേന എത്തുന്ന ഔട്ട് പേഷ്യന്റ് അത്യാഹിത വിഭാഗത്തിലെയും മുഴുവൻ മാലിന്യങ്ങളും ശുദ്ധീകരിക്കുവാൻ പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും. പ്ലാന്റ് വഴി ശുദ്ധീകരിച്ച ജലം പൂന്തോട്ടത്തിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതിലൂടെ സംസ്കരിക്കാതെ ഭൂമിയിലേക്ക് മലിനജലം ഇറങ്ങുന്നത് തടയുകയും അതിലൂടെ ആശുപത്രി കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമാവുകയും ചെയ്യും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. നമ്മുടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് വളരെ വേഗം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. 70% നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണം നിലച്ചുപോയ ഒരു പ്രോജക്റ്റ് 16 കോടി രൂപയിലാണ് നമ്മളിപ്പോൾ അത് നിർമ്മിക്കുന്നത്. അതും കൂടാതെ ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ STP ഇവിടുത്തെ ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു നമുക്കൊരു സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോൾ 1.80 കോടി രൂപ നമ്മുടെ സ്റ്റേറ്റ് മിഷന്റേതായി അനുവദിച്ച് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ 80 ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം സാധ്യമാക്കുന്നത്. തീർച്ചയായിട്ടും ഈ STP കൂടി സാധ്യമാകുന്നതോടുകൂടി എല്ലാ തരത്തിലും അതിലെ ക്വാളിറ്റി സേവന ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടും അണുബാധ മുക്തമാക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിലമ്പൂർ ആശുപത്രി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, NHM ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ TN അനൂപ്, RMO ഡോക്ടർ KK പ്രവീണ, KT കുഞ്ഞാൻ, ജസ്മൽ പുതിയറ, ജോർജ് M തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാർ വാടകയ്ക്കെടുത്ത് കാറിൽ നിന്ന് പോലീസ് MDMA പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ 50,000 രൂപ വേണമെന്നും പറഞ്ഞ് കാർ ഉടമയുടെ പക്കൽ നിന്നും പണം തട്ടിയ പ്രതികൾ അറസ്റ്റിൽ. കാർ വാടകയ്ക്കെടുത്ത കാറിൽ നിന്നും പോലീസ് MDMA പിടികൂടി എന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ 50,000 രൂപ വേണമെന്നും പറഞ്ഞ് കാറുടമയുടെ പക്കൽ നിന്നും പണം തട്ടിയ പ്രതികൾ അറസ്റ്റിൽ.
കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൽ വാഹിദ്, കൂരാട് തെക്കുംപുറം സ്വദേശി മരുതത്ത് അബ്ദുൽ ലത്തീഫ്, വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അസ്ഫൽ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ അറസ്റ്റ് ചെയ്തത്. കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ. 22-ന് പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാർ ലത്തീഫ് വാടകയ്ക്കെടുക്കുകയായിരുന്നു. തുടർന്ന് കാർ തിരിച്ചു കൊടുക്കേണ്ട ഒക്ടോബർ 24-ന് വാഹിദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് കാർ അമ്പലപ്പടിയിൽ വെച്ച് MDMA-യുമായി പോലീസ് പിടികൂടിയെന്നും കാർ വിട്ടുകൊടുക്കണമെങ്കിൽ 50,000 രൂപ വേണമെന്നും പറഞ്ഞു. 28,000 രൂപ തങ്ങളുടെ പക്കലുണ്ടെന്നും 22,000 രൂപ പരാതിക്കാരനോട് അയച്ചു കൊടുക്കുവാനും പറഞ്ഞു. തെളിവിനായി കാർ വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുൻവശം റോഡിൽ നിർത്തി ഫോട്ടോ എടുത്ത് പരാതിക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പ്രതികളുടെ തട്ടിപ്പിൽ വിശ്വസിച്ച പരാതിക്കാരൻ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് വാഹിദ് ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതിക്കാരൻ സുഹൃത്ത് വഴി പണം എത്തിച്ചു നൽകുകയും ചെയ്തു. ശേഷം പ്രതികൾ പരാതിക്കാരന് കാർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പണം പ്രതികൾ പങ്കിട്ടെടുത്തു. പ്രതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത പദ്ധതി തകർന്നത് പരാതിക്കാരന്റെ പരിചയത്തിലുള്ള പോലീസുകാരനോട് വിവരം പറഞ്ഞതോടെയാണ്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ വലയിലായത്. 40 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ലത്തീഫ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. അസൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലും അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ്. SI-മാരായ വാസുദേവൻ ഊട്ടുപുറത്ത്, VK പ്രദീപ്, ഡാൻസർ അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിലമ്പൂർ നഗരസഭയിലെ 26-ാം ഡിവിഷൻ നെടുമുണ്ടക്കുന്ന് മിനർവ കോളേജിന് സമീപം 2 വർഷത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജനങ്ങൾ ദുരിതത്തിൽ. വാട്ടർ അതോറിറ്റി അധികൃതരെ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. സമരത്തിനൊരുങ്ങി പ്രദേശവാസികൾ. 20ഓളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഈ പൈപ്പ് പൊട്ടിയ വിവരം പലതവണ രേഖാമൂലം പരാതി നൽകി വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഇത് ശരിയാക്കുവാനുള്ള ഒരു നടപടിയും അധികൃതർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ 2 വർഷമായി ദുരിതത്തിലാണ്. ഇത് 2 കൊല്ലമായിട്ട് ഇവിടെ ഒരു എത്ര വീടുകൾ നമ്മള് 6 വീടുകളിലെ സ്ഥലത്തിലെ സംഭവമാണിത്. 2 കൊല്ലത്തിന്റെ മേലെയായി പിന്നെ ഈ പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും വാട്ടർ അതോറിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന് ഇഞ്ഞൊരു പരിഹാരം ഇതിന് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മേൽ നടപടികളോ എന്താ വെച്ചാല് ഇതുമായി സമരമോ എന്തിനാ വെച്ചാൽ ഞങ്ങള് റെഡിയാണ്. ഇത് മാത്രമാണ് പറയാനുള്ളത്. കൊല്ലായി ഈ പൈപ്പ് പൊട്ടാൻ തുടങ്ങി. ഇതുവരെയായിട്ട് ഒരു റിപ്പയർ ചെയ്തിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല, നോക്കിയിട്ടുമില്ല. എന്റെ വീട്ടിലേക്കുള്ള കർഷകർ ഇതിൽ പോകുന്നത് 2 വർഷമായി. ഇത് എന്റെ വീട്ടിലെ കർഷകർ ബ്ലോക്കായി കിടക്കുന്നത്. ഇതുവരെക്ക് വെള്ളം കിട്ടില്ല. ഞാൻ വേറെ പിന്നെ കിണറ്റുന്ന വെള്ളം എടുക്കുന്നത്. കുടിവെള്ളം എല്ലാ വെള്ളം മുട്ടിക്കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഞാൻ 2-4 പ്രാവശ്യം ഞാൻ ഓഫീസിൽ വന്നൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഇത് നിയമ നടപടി എടുത്തിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഇത് തീരുമാനം എടുക്കണം. ഇവിടെ നമ്മക്ക് ഇതിന് കിണർ തന്നെയല്ല, ഈ വെള്ളം ഇല്ലാത്ത ഇതില്ല. പിന്നെ അയലോകത്ത് കുടിച്ചാൽ അയലോകത്ത് നിന്ന് കൊണ്ടുവന്ന എല്ലാത്തിനും വേറെ എവിടെയെങ്കിലും തീരുമാനം കുടിച്ചാലും വേറെ എവിടെയെങ്കിലും പോണ്ടി വരും. അതാണ് വലിയ പ്രശ്നം. പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ട് നൽകുന്ന ഈ പരാതിയിലും നടപടി ഉണ്ടായില്ലെങ്കിൽ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നയിക്കുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഭിന്നശേഷിക്കാരുടെ ഫണ്ട് പഞ്ചായത്ത് വകമാറ്റി ചെലവഴിച്ചുവെന്നും അർഹതപ്പെട്ടവർക്ക് കൊടുത്തില്ലെന്നും ആരോപിച്ച് വഴിക്കടവ് പരിവാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ കുറ്റവിചാരണ സമരം നടത്തി. പഞ്ചായത്ത് അങ്ങാടിയും തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലുമാണ് നീതി നിഷേധം കുറ്റവിചാരണ സമരം നടത്തിയത്. ഭിന്നശേഷിക്കാരും കുടുംബങ്ങളും സമരത്തിൽ പ്ലക്കാർഡുകളുമേന്തി പങ്കെടുത്തു. പരിവാർ ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. പി ഹനീഫ എന്ന ബാവ അധ്യക്ഷത വഹിച്ചു. PT തോമസ്, ടി അബ്ദുൾ റഷീദ്, ഷൌക്കത്ത് കളത്തിങ്ങൽ, പി മജ്ജു, പുല്ലംതൊടി അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ RSSന് പണയം വെച്ച പിണറായി വിജയന്റെ നെറികേടിനെതിരെ യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ ടൗണിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ RSSന് പണയം വെച്ച പിണറായി വിജയന്റെ നെറുകേടിനെതിരെ യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നിലമ്പൂർ ടൗണിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് അജ്മൽ ലേക്ക് അധ്യക്ഷം വഹിച്ചു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു, മുജീബ് ദേവശ്ശേരി, അയ്യൂബ് PP, ഫിറോസ് പരന്തൻ, വാജിദ് പള്ളിയാളി, റംസാദ് കോടാലി, ഇബ്നു സാദിഖ്, ലംസിക് മൊഴിക്കൽ, നിയാസ് മുതുകാട്, അജ്മൽ ബിച്ചു, സുൽഫിക്കർ, നൌഫൽ എനാന്തി എന്നിവർ സംസാരിച്ചു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എടക്കര മണ്ഡലം കോൺഗ്രസ് S ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു.
ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ദുരിതത്തിലാക്കിയതാണ് UDF എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 5 വർഷത്തെ നേട്ടമെന്ന് കോൺഗ്രസ് എസ്. എടക്കര മണ്ഡലം ഭാരവാഹികളുടെ യോഗം കുറ്റപ്പെടുത്തി. നാഷണൽ ഹെൽത്ത് മിഷൻ NHMന്റെ 1,34 ലക്ഷം രൂപ ഫണ്ട് ചെലവഴിച്ച് എടക്കര കരുനേച്ചിയിലെ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ കോൺഗ്രസ് എസ് കരുനേച്ചി ആശുപത്രിക്ക് മുൻപിൽ ധർണാ സമരം നടത്തിയിരുന്നു. 1988 മുതൽ 2000 വരെ 13 വർഷം G. ശശിധരൻ മാസ്റ്ററുടെ LDF ഭരണത്തിൽ വാങ്ങിയ ഭൂമികളും വികസന പ്രവൃത്തികളും മാത്രമാണുള്ളതെന്നും കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം ഭാരവാഹികളുടെ യോഗം വിലയിരുത്തി. പൊന്നും വിലയ്ക്ക് വാങ്ങിയ കൃഷിഭവൻ പ്രവർത്തിക്കുന്ന എടക്കര ടൌണിലെ ഭൂമി പഞ്ചായത്തിലെ ചപ്പുചവറുകൾ നിക്ഷേപിക്കുവാനുള്ള കേന്ദ്രമാക്കി മാറ്റിയതും UDFന്റെ 5 വർഷത്തെ ഭരണ നേട്ടമാണെന്നും കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം ഭാരവാഹികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യവേ കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദ് ചിറ്റങ്ങാടൻ പറഞ്ഞു. എടക്കര പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം കഴിഞ്ഞ് 6 വർഷം പിന്നിട്ടിട്ടും യാത്രക്കാർക്ക് ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഒരുക്കാത്ത UDF ഭരണസമിതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അനേകം കടമുറികൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പ്രേതാലയമായി ഷോപ്പിംഗ് കോംപ്ലക്സ് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ CD കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കോമു കല്ലെങ്കര സ്വാഗതം പറഞ്ഞു. സിദ്ദീഖ് ചെറുവലത്ത്, ജോയി തകരപ്പിള്ളി, ഷാഹുൽ ഹമീദ് S, നൌഷാദ് K, അഷ്റഫ് P എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമുഹമ്മദ് KK നന്ദിയും പറഞ്ഞു. DYFI നിലമ്പൂർ ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. നിലമ്പൂർ പുഷ്പൻ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DYFI നിലമ്പൂർ ബ്ലോക്ക് സമ്മേളനം സമാപിച്ചു. നിലമ്പൂർ പുഷ്പൻ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ V. ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. അരുൺദാസ് നന്ദി രേഖപ്പെടുത്തി. സമ്മേളനം അരുൺദാസിനെ സെക്രട്ടറിയായും ദീപകിനെ പ്രസിഡന്റായും റനീത് ചോക്കാടിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ ഇതുവരെ ആരംഭിക്കാത്തതിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാത്തതിലും ക്ഷാമബത്ത കുടിശ്ശിക തീർത്ത് അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ കമ്മിറ്റി സർക്കാർ ജീവനക്കാരുടെ അവകാശ സംരക്ഷണ ദിനം സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് AP കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ KGOF മേഖലാ പ്രസിഡന്റ് K. സുബൈർ ബാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം V. മുനവ്വിർ, മേഖലാ സെക്രട്ടറി CK റിയാസ്, മേഖലാ ട്രഷറർ P. അനിൽകുമാർ, അശ്വതി K എന്നിവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് നിലമ്പൂർ ക്രിസ്പലോ ബേക്കറിയിൽ വെച്ച് നടന്നു. ഹോട്ടൽ വ്യവസായ രംഗത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നും നിത്യോപയോഗ സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില വർധനവ് നിയന്ത്രിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് 2026-27 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അനസ് യൂണിയൻ രക്ഷാധികാരി സ്കറിയാക്കനാത്തോപ്പിൽ പ്രസിഡന്റ്, അജിത് കുമാർ വർക്കിംഗ് പ്രസിഡന്റ്, P. മോഹനൻ ജനറൽ സെക്രട്ടറി, നസീർ ഫർസ ട്രഷറർ, വൈസ് പ്രസിഡന്റുമാരായി ദേവൻ, ഷംസുദ്ദീൻ, അബ്ദുള്ള, ഷാനവാസ് AM, ജോയിന്റ് സെക്രട്ടറിമാരായി ബാബു ബാപ്പാസി, ദീപക്, സക്കീർ ഹുസൈൻ, സുദേവൻ, ഷമീം ബാബു മുസല്ല എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ബീന, നജീബ് മമ്പാട്, ബിജു, നസീം, KP, ദീപക്, സക്കീർ ഹുസൈൻ, റഷീദ് K, ദിലീപ് എന്നിവരെ നിർവാഹക സമിതി അംഗങ്ങളായി തിരഞ്ഞെടുത്തു. നബീൽ കസാമിയ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ അനസ് യൂണിയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സമദ് CH ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി KT രഘു സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. P. മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും നസീർ ഫർസ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്കറിയാക്കനാത്തോപ്പിൽ സ്വാഗതവും ദീപക് നന്ദിയും പറഞ്ഞു. നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദീർഘകാലത്തെ ഹെഡ് മാസ്റ്ററും പ്രദേശത്തെ സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന രാജൻ സാറിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ തങ്കമ്മ നെടുമ്പാടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് നികത്താനാവാത്ത നഷ്ടമാണ് രാജൻ സാറിന്റെ വിയോഗത്തോടെ ഉണ്ടായതെന്ന് പ്രസിഡന്റ് അനുസ്മരിച്ചു. PTA പ്രസിഡന്റ് സുൽഫിക്കർ M അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശൈലജ TM, ഹെഡ്മാസ്റ്റർ രാജേഷ് കുമാർ T, റസിയ VP, ഷംസുദ്ദീൻ ഇർഫാനി P, സ്റ്റാഫ് സെക്രട്ടറി മുസഫർ KP, സുനിൽ V, മുൻ ഹെഡ്മാസ്റ്റർ ദിവാകരൻ PR, വിവിധ ബാച്ചുകളെ പ്രതിനിധീകരിച്ച് റഫീഖ് ബിൻ അബൂബക്കർ, സണ്ണി MV, VK മനോജ് കുമാർ, അൻവർ മാസ്റ്റർ MM, മൊയ്തീൻകുട്ടി മുസ്ലിയാർ KV, മൊയ്തീൻകുട്ടി കീരി, എലിയാസ് CU, VP സാലി, രവി M, അനസ് മൻസൂർ MI, അക്ബർ അലി CM എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.